നേരെ ചവിട്ടി നടക്കാനുള്ള വലിയ ശക്തിയാണ് ദൈവം നമുക്ക് നൽകുക. അതാണ് പരിശുദ്ധാത്മാവ് മുഖേന ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞാൽ ഭാര്യ എന്നെ സ്നേഹിച്ചിട്ട് പരാതി പറയില്ല. ഭർത്താവിനോട് സ്നേഹമില്ലാതെ പെരുമാറിയാൽ പരാതി പറയില്ല. ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അഭാവത്തിലാണ് അവരുടെ പിന്നാലെ എന്നെ ഒന്ന് സ്നേഹിക്കാമോ, എന്നെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയാമോ, എന്നെ ഒന്ന് പ്രശംസിച്ച് പറയാമോ എന്നെല്ലാം പറഞ്ഞ് കൈയിലേക്ക് നടക്കേണ്ടി വരുന്നത് ഈ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയാത്തതുകൊണ്ട്. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ നിറയാൻ, ആ ദൈവസ്നേഹത്തിൽ നിറഞ്ഞാൽ നമുക്ക് ഈ 3 കാര്യം ചെയ്യാൻ പറ്റും. എന്ത്? ഒന്ന്, ദൈവത്തിന്റെ നീതിയാണ്. അതെല്ലാം മനുഷ്യരുടെയും നിത്യജീവനാണ്. ഒരുവൻ പോലും പിശാചിന്റെ ചതിയിൽ അകപ്പെട്ട് നിത്യമരണത്തിൽ പതിക്കരുതെന്ന് ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ നിർബന്ധമാണ്. രണ്ടാമത്, അവൻ നമ്മുടെ സമാധാനമായതുപോലെ മറ്റുള്ളവർക്ക് നമ്മള് ഒരു സമാധാനമായി മാറാൻ കഴിയണം. മൂന്നാമത്തേത്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെന്നും ദൈവാത്മാവാണ് നമ്മെ നയിക്കുന്നതെന്നുള്ള ബോധ്യത്തിൽ ആ ആത്മാവിനെ നമ്മെ അടിയറ വെച്ച് ഹൃദയ നൈർമല്യത്തെ സ്നേഹിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയണം. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ, സ്നേഹിക്കാനും പ്രസാദിപ്പിക്കാനും കഴിയുകയില്ല. എബ്രായർ 12:14. അപ്പോൾ ഈ ഹൃദയ നൈർമല്യത്തെ സ്നേഹിക്കുന്നതോടുകൂടി നമുക്ക് മധുരമായി സംസാരിക്കാൻ പറ്റും. സംഘർഷരഹിതമായ സാഹചര്യത്തിലും സങ്കീർണതയുടെ നടുവിലെല്ലാം മധുരമായി സംസാരിക്കാൻ കഴിയണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ നമുക്ക് കഴിയില്ല. അങ്ങനെ മധുരമായി സങ്കീർണതയും സംഘർഷത്തെയെല്ലാം സമചിത്തതയോടെ, സമഭാവനയോടെ മധുരമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ രാജാവിന്റെ മിത്രമാകും സമം നാം ദൈവത്തിന്റെ മിത്രമാകും. ഓരോരുത്തരെ അപ്രകാരം ദൈവം നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന എളിയ പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ദൈവവചനം പറയുന്നതിന്റെ അനുഗ്രഹം എത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞയാളാണ്. അത് ഞാനിപ്പോൾ ഇവിടെ ഒത്തിരി ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ട് അതിലേക്ക് ഇപ്പം ഞാൻ കിടക്കുന്നില്ല. പിന്നീട് അവസരം കിട്ടിയാൽ പറയാമെന്ന് ഞാൻ കരുതുകയാണ്. എനിക്ക് അവസരം തന്ന ശ്രീ വർഗീസ് മേലാളാപ്പാറയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിന് നന്ദി.